ഹായോ എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCS ആക്ട് റൂൾസിലെ അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ഓക്കെ, അഫിലിയേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അഫിലിയേഷൻ വളരെ ഇമ്പോർട്ടൻസോടെ പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ സെക്ഷൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ തനത് റൂൾ അടുത്ത വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരിക. അപ്പോൾ ഇവിടെ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ്സിൽ സെക്ഷൻ 8 പഠിച്ചിരുന്നു, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പഠിച്ചിരുന്നു. ഇനി പഠിക്കാൻ പോകുന്ന അഫിലിയേഷൻ ആണ്. ആദ്യം തന്നെ മനസ്സിലാക്കണം, അഫിലിയേഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ അല്ലെങ്കിൽ വകുപ്പ് എന്ന് പറയുന്നത് ഏതാണ്? 8A ആണ്. ഓക്കെ, അപ്പൊ സെക്ഷൻ 8A അഫിലിയേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു സംഘം രൂപീകരിക്കുന്നു, ഒന്നെങ്കിൽ നമ്മൾ പ്രൈമറി സംഘമായിരിക്കും രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെൻട്രൽ സംഘമായിരിക്കും രൂപീകരിക്കുന്നത്. ഇവിടെ പറയാണ്, എവറി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൈമറി സംഘമായിക്കോട്ടെ അല്ലെങ്കിൽ സെൻട്രൽ സംഘമായിക്കോട്ടെ, അവരെന്ത് ചെയ്തിരിക്കണം? അവര് അഫിലിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ പ്രൈമറി സംഘമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തതെങ്കിൽ, പ്രൈമറി സംഘം ഏതാണ്? സെൻട്രൽ സംഘത്തിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. എന്താണ് പറഞ്ഞത്? പ്രൈമറി സംഘം സെൻട്രൽ സംഘത്തിലേക്കും, ഇനിയും സെൻട്രൽ സംഘമാണെങ്കിൽ അത് അപ്പെക്സ് സംഘത്തിലേക്കും, പ്രൈമറി സംഘമാണെങ്കിൽ ആ പ്രൈമറി സംഘം അതിന്റെ സെൻട്രൽ സംഘത്തിലേക്കും, അതായത് നമ്മളിപ്പോൾ രൂപീകരിക്കാൻ പോകുന്ന ഒരു പ്രൈമറി സംഘമാണെങ്കിൽ ആ പ്രൈമറി സംഘം അതിന്റെ സെൻട്രൽ സംഘത്തിലേക്കും, ഇനി നമ്മൾ രൂപീകരിക്കാൻ പോകുന്നത് ഒരു സെൻട്രൽ സംഘമാണെങ്കിൽ ആ സെൻട്രൽ സംഘം അതിന്റെ അപ്പെക്സ് സംഘത്തിലേക്കും അഫിലിയേറ്റ് ചെയ്യണം. ഓക്കെ, അഫിലിയേഷൻ ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. എവരി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ വിത്തിൻ സച്ച് ടൈം ആൻഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അപ്ലൈ ഫോർ അഫിലിയേഷൻ ടു ദ കൺസേൺഡ് അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ആസ് ദ കേസ് മേ ബി. അതായത് പ്രൈമറി ആണെങ്കിൽ സെൻട്രലിലേക്ക്, സെൻട്രൽ ആണെങ്കിൽ അപ്പെക്സിലേക്ക് എന്ത് ചെയ്യണം? അഫിലിയേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മളവിടെ അഫിലിയേഷൻ അപേക്ഷ കൊടുക്കുന്നു, ആ തനത് സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കും നമുക്ക് അഫിലിയേഷൻ തരുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനിയും പറയാണ്, വേർ ദ അപ്പെക്സ് സൊസൈറ്റി or central society does not within 45 days from the date of receipt of the affiliation determine whether such affiliation should be given or not, such affiliation shall be deemed to have been given to the applicant society from the date on which the said period of 45 days expires. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അതായത് ഇപ്പൊ നമ്മൾ നോക്കാം, ഇപ്പൊ ഞാനും നീ എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രൈമറി സംഘമാണ് രൂപീകരിച്ചത്, രജിസ്റ്റർ ചെയ്തത്. അപ്പൊ നമ്മൾ എങ്ങോട്ട് അപേക്ഷ കൊടുക്കും? ഒരു സെൻട്രൽ സംഘത്തിലേക്ക് അഫിലിയേഷന് അപേക്ഷ കൊടുക്കും. സംശയമൊന്നുമില്ലല്ലോ, ഒരു സെൻട്രൽ സംഘത്തിലേക്ക് അഫിലിയേഷന് അപേക്ഷ കൊടുക്കും. ഇങ്ങനെ ഒരു അഫിലിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഫിലിയേഷന്റെ ഒരു അപേക്ഷ സെൻട്രൽ സംഘത്തിന് കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ അപേക്ഷ ലഭിച്ച്, ഓർക്കുക, 45 ദിവസത്തിനകമായിട്ട് അതിന്മേൽ തീരുമാനം കൈക്കൊള്ളണം. എന്താ ഞാൻ പറഞ്ഞത്? അഫിലിയേഷന്റെ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ പ്രൈമറി ആണെങ്കിൽ സെൻട്രൽ സംഘത്തിലേക്ക്, സെൻട്രൽ ആണെങ്കിൽ അപ്പെക്സ് സംഘത്തിലേക്ക് അഫിലിയേഷൻ അപേക്ഷ കൊടുക്കും. അങ്ങനെ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ, അപേക്ഷ ലഭിച്ച് 45 ദിവസം, 45 ഡേയ്സേ ഉള്ളൂ, 45 ദിവസത്തിനകമായിട്ട് അതിന്മേൽ തീരുമാനമെടുക്കണം. എന്താണ്? ഒന്നെങ്കിൽ അഫിലിയേറ്റ് ചെയ്ത് കൊടുക്കും, അല്ലെ? ഒന്നെങ്കിൽ അഫിലിയേറ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഒന്നെങ്കിൽ അഫിലിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. അപേക്ഷ ലഭിച്ച് 45 ദിവസമാണ് അവിടുത്തെ സമയപരിധി. അതിനുള്ളിലായിട്ട് അവർ ഒന്നെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് അഫിലിയേറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇവർ റിജക്ട് ചെയ്യണം. ഓക്കെ, ഇനി പറയുകയാണ്, 45 ദിവസത്തിനുള്ളിലായിട്ട് ഇവർ ഒന്നും ചെയ്യുന്നില്ല, അതായത് അഫിലിയേഷനും ചെയ്യുന്നില്ല, റിജക്ഷനും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് 45 ദിവസത്തിനകമായിട്ട് ആ അപേക്ഷയിന്മേൽ തീരുമാനം ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ഈ പ്രൈമറി സംഘമാണ് നമ്മൾ സെൻട്രൽ സംഘത്തിലേക്ക് അപേക്ഷ കൊടുത്തു. 45 ദിവസത്തിനകമായിട്ട് സാധാരണ രീതിയിൽ ഇവർ ഒന്നെങ്കിൽ അഫിലിയേറ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യണം. എന്നാൽ ഇവന്മാർ 45 ദിവസമായിട്ടും ഇതിന്മേൽ ഒന്നുമേ ചെയ്യുന്നില്ല, അല്ലെ? ഈ അപേക്ഷയിന്മേൽ ഒരു തീരുമാനവും കൈക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് കണക്കാക്കണം? ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഗിവൺ ടു ദ ആപ്ലിക്കന്റ് സൊസൈറ്റി. അതായത് അഫിലിയേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കും. ക്ലിയർ ആയോ? എന്താ ഞാൻ പറഞ്ഞത്? അപേക്ഷ കിട്ടി 45 ദിവസത്തിനകമായിട്ട് തീരുമാനം എടുക്കണം. ഇനി 45 ദിവസത്തിനകമായിട്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഫിലിയേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കാം കേട്ടോ. അഫിലിയേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അഫിലിയേഷൻ കിട്ടിയതായി കണക്കാക്കണം. ക്ലിയർ അല്ലേ? അഫിലിയേഷൻ കിട്ടിയതായി കണക്കാക്കും. ഓക്കെ, ഇപ്പൊ ഓർത്ത് വെച്ചേക്കുക, 45 ദിവസത്തിനോട് തീരുമാനം എടുക്കണം. അങ്ങനെ തീരുമാനം ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അഫിലിയേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കും കേട്ടോ. ഓക്കെ, ഇനിയും പറയാണ്, ഇവന്മാര് എന്ത് ചെയ്യുകയാണ്? റിജക്ട് ചെയ്യുകയാണെങ്കിൽ,
ഓക്കെ, പറയാണ് വേണ്ടത് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ആസ് ദ കേസ് മേ ബി റിജക്ട് ആൻ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ അണ്ടർ സബ്സെക്ഷൻ 1. അപ്പോൾ ഉപവകുപ്പ് 1 പ്രകാരം അപ്പെക്സ് സംഘമോ സെൻട്രൽ സംഘമോ, പ്രൈമറി ആണെങ്കിൽ സെൻട്രൽ സംഘത്തിലേക്ക് അഫിലിയേഷൻ കൊടുക്കും, സെൻട്രൽ സംഘമാണെങ്കിൽ അപ്പെക്സ് സംഘത്തിലേക്ക് അഫിലിയേഷൻ കൊടുക്കും, അഫിലിയേഷനുള്ള അപേക്ഷ കൊടുക്കും. ഈ അപേക്ഷ റിജക്ട് ചെയ്യുകയാണെങ്കിൽ നിരസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുക? ഈ അപേക്ഷ നൽകിയ സംഘത്തിന് അല്ലെ, അപേക്ഷ നൽകിയ സംഘത്തിന് ഒരു അപ്പീൽ ഫയൽ ചെയ്യാം. ആരുടെ മുൻപാകെ? രജിസ്ട്രാറിന്റെ മുൻപാകെ ഒരു അപ്പീൽ ഫയൽ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് 45 ദിവസത്തിനാകുമ്പോൾ തീരുമാനം എടുക്കണം. ഇവന്മാരൊരു തീരുമാനം എടുത്തു, എന്താണ്? അഫിലിയേഷൻ നൽകുന്നില്ല, അഫിലിയേഷന്റെ അപേക്ഷ നിരസിച്ചു അല്ലെങ്കിൽ റിജക്ട് ചെയ്തു. അങ്ങനെ അഫിലിയേഷന്റെ അപേക്ഷ നിരസിച്ചു കഴിഞ്ഞാൽ ആ അഗ്രീഡ് സൊസൈറ്റി, അതായത് നമ്മൾ പ്രൈമറി ആണെങ്കിൽ സെൻട്രലിലേക്ക് അഫിലിയേഷൻ അപേക്ഷിച്ചു, അപേക്ഷ എന്ത് ചെയ്തു? സെൻട്രൽ സംഘം റിജക്ട് ചെയ്തു. അങ്ങനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, അയ്യോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, അത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ ഒരു അപ്പീലിന് പോകാം. ആരുടെ മുൻപാകെയാണ് അപ്പീലിന് പോകാൻ പറ്റുന്നത്? രജിസ്ട്രാറിന്റെ മുൻപാകെയാണ്. may file an appeal before the registrar against such a rejection. അപ്പോൾ ആ റിജക്ഷനെതിരെ രജിസ്ട്രാറിന്റെ മുൻപാകെ അപ്പീൽ ഫയൽ ചെയ്യാം. പക്ഷെ പറയുന്നുണ്ട്, എന്ന് ഫയൽ ചെയ്യണം? വിതിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ഓർഡർ ഓഫ് റിജക്ഷൻ. അതായത് റിജക്ഷൻ ഓർഡർ കിട്ടി, റിജക്ഷന്റെ ഓർഡർ കിട്ടി. ഫോർ എക്സാമ്പിൾ പ്രൈമറി സംഘമല്ലേ, പ്രൈമറി സംഘം സെൻട്രൽ സംഘത്തിലേക്ക് അഫിലിയേഷൻ അപേക്ഷ കൊടുത്തു, സെൻട്രൽ സംഘം അത് റിജക്ട് ചെയ്തിട്ട് ഓർഡർ ഈ പ്രൈമറി സംഘത്തിന് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഈ റിജക്ഷൻ ഓർഡർ കിട്ടി 30 ദിവസത്തിനുള്ളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രാറിന്റെ മുൻപാകെ ഒരു അപ്പീൽ ഫയൽ ചെയ്യാം. ഓക്കെ, രജിസ്ട്രാറിന്റെ മുൻപാകെ ഒരു അപ്പീൽ ഫയൽ ചെയ്യാം. അങ്ങനെ ഒരു അപ്പീല് ഈ രജിസ്ട്രാറിന് കിട്ടിക്കഴിഞ്ഞാൽ, ഓർക്കണേ, അങ്ങനെ ഒരു അപ്പീല് രജിസ്ട്രാറിന് കിട്ടിക്കഴിഞ്ഞാൽ ആ അപ്പീൽ കിട്ടി 60 ദിവസത്തിനുള്ളിലായിട്ട് രജിസ്ട്രാർ എന്ത് ചെയ്തിരിക്കണം? അതിന്മേൽ തീരുമാനം കൈക്കൊള്ളണം. ക്ലിയർ? എന്നിട്ട് പറയാം, അഫിലിയേഷൻ അപേക്ഷ കൊടുത്ത് 45 ദിവസത്തിനാകുമായിട്ട് തീരുമാനം എടുക്കണം. 45 ദിവസത്തിനാകുമായിട്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല, ദാറ്റ് മീൻസ് അഫിലിയേഷൻ നൽകുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നില്ല എങ്കിലോ എന്താണ്? അവിടെ അഫിലിയേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടും. ഇനി രണ്ടാമത് പറയാണ്, നമ്മുടെ അഫിലിയേഷന്റെ അപേക്ഷ നിരസിച്ചു കഴിഞ്ഞാൽ, എന്ത് ചെയ്യാന്നാ പറയുക? അഫിലിയേഷൻ അപേക്ഷ നിരസിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുക? ആ റിജക്ഷൻ ഓർഡർ കിട്ടി 30 ദിവസത്തിനാകുമായിട്ട് നമുക്ക് രജിസ്ട്രാറിന്റെ മുൻപാകെ അപ്പീൽ ഫയൽ ചെയ്യാം. അങ്ങനെ ഒരു അപ്പീൽ രജിസ്ട്രാറിന്റെ മുൻപാകെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ കിട്ടി 60 ദിവസത്തിനുള്ളിലായിട്ട് രജിസ്ട്രാർ അതിന്മേൽ തീരുമാനം കൈക്കൊള്ളണം എന്നോർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആണ്, ഇത് ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. ഇനി അവിടെ ഒരു കാര്യം പറയാം അല്ലേ, അവിടെ സബ്സെക്ഷൻ 4 പറയാണ്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട് ഓർ ദ റൂൾ മെയ്ഡ് ദെയർ അണ്ടർ ഓർ ദ ബൈലോ ഓഫ് എ RCMPU. പറയാണ്, ഈ ആക്ടിലോ അല്ലെങ്കിൽ ഈ റൂളിലോ അല്ലെങ്കിൽ RCMPUവിന്റെ ബൈലോയിലോ ഒക്കെ എന്ത് തന്നെ പറഞ്ഞാലും അല്ലെ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് കണ്ടെയ്ൻഡ് എനിത്തിങ് അല്ലെ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് എന്ത് തന്നെ പറഞ്ഞാലും ഇവിടെ പറയാണ്, ഇത് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആപ്കോസ് എന്ന് പറയും അല്ലെ. ആപ്കോസ് എന്ത് ചെയ്യുക? ആനന്ദ് പാറ്റേൺ മിൽക്ക് സൊസൈറ്റി ഹാവിംഗ് എ റെഗുലർ ഇലക്ടഡ് മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ഡൂയിങ് ദ ബിസിനസ് ഓഫ് മിൽക്ക് പ്രൊക്യൂർമെന്റ് ആൻഡ് സെയിൽസ് വിതിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി RCMPU ഷാൾ ബി അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ് ഓഫ് ദി RCMPU. അതായത് പറയുകയാണ്, ആപ്കോസിന് RCMPUവിലെ മെമ്പർ ആകാമെന്നാണ് പറയുക. അത്രയേ ഉള്ളൂ. ഇവിടെ പറയുകയാണ്, ഈ ആക്ടിലോ അതിന് കീഴിലുണ്ടായിട്ടുള്ള ചട്ടങ്ങളിലോ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ബൈലോയിലോ എന്ത് തന്നെ അടങ്ങിയിരുന്നാലും അല്ലെങ്കിൽ എന്ത് തന്നെ പറഞ്ഞാലും മേഖലാ സഹകരണ ക്ഷീരോത്പാദന യൂണിയൻ, അതായത് RCMPUവിന്റെ പ്രവർത്തന പരിധിയിൽ, നമുക്കറിയാം RCMPU മിഡിൽ ലെവലിൽ വരുന്ന, അങ്ങനെ RCMPUവിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന ആപ്കോസ് ഉണ്ടല്ലോ, അവരുടെ റെഗുലറായിട്ട് അവർക്കൊരു മാനേജിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. അവർ ഇതുമായി ബന്ധപ്പെട്ട ഡയറീസുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവരായിരിക്കണം. അവർക്ക് എന്ത് ചെയ്യാന്ന് പറയുക? ദേ ഷാൾ ബി അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ് ഓഫ് ദി RCMPU. അവരെ RCMPUവിന്റെ മെമ്പേഴ്സ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പറയുന്നത് ഉൽപാദക യൂണിയന്റെ പ്രവർത്തന പരിധിയിൽ ക്ഷീര സംഭരണത്തിന്റെയോ വിൽപ്പനയുടെയോ ബിസിനസ് നടത്തുന്ന ആപ്കോസ് എന്താണ്? RCMPUവിന്റെ അംഗമായി പ്രവേശനം നൽകേണ്ടതാണ് എന്ന് ഓർത്ത് വെച്ചാൽ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കി കാര്യങ്ങളാണ്. 45 ദിവസം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. റിജക്ട് ചെയ്താൽ 30 ദിവസത്തിനാവട്ടെ അപ്പീൽ പോകണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ അപ്പീൽ പോയി കഴിഞ്ഞാൽ അപ്പീലിന് മേൽ 60 ദിവസത്തിനാവട്ടെ തീരുമാനം കൈക്കൊള്ളണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ സെക്ഷൻ 8A കഴിഞ്ഞു. ഇനി ഇതിന്റെ റൂൾ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോടെ? വലിയ പാടൊന്നുമില്ല അല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പം നല്ല റിവ്യൂസ് ഒക്കെയാണ് കുട്ടികൾ വിളിച്ച് പറയുന്നത്. എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ,
താങ്ക് യു.